എല്ലാം ഞങ്ങളുടെ തലയിലിടണ്ട. ഇവരിങ്ങനെ ചെയ്യുമ്പോൾ, ഇത് ഞാൻ പറയുന്നത്, ഈ ഇലക്ഷന്റെ സമയത്ത് ഇവർ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് അവർ ചെയ്യുന്നത്? ഇത് ചോദിക്കേണ്ടത് ജനങ്ങളല്ലേ. അത് ഞാൻ ചോദിക്കുന്നു. ഇത് എല്ലാം സെൻട്രൽ ഗവൺമെന്റ് അവരെ ഔട്ട്ലോ ചെയ്യണമെന്നോ അവരെ ബാൻ ചെയ്യണമെന്നോ അങ്ങനെയല്ലല്ലോ. അങ്ങനെ അതിനൊരു നീതിയുണ്ട്. അവരെന്തെങ്കിലും ചെയ്താൽ നോക്കൂ, ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 19 എല്ലാവർക്കും സംസാരിക്കാൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ഉണ്ട്. അത് തെറ്റ് പറയാനും കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ഉണ്ട്. തെറ്റ് ചെയ്താലാണ് ലോ വരുന്നത്. ഇതുവരെ ജമാഅത്തെ ഇസ്ലാമി അഡ്മിനിസ്ട്രേഷനിൽ കയറിയിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമി ഇപ്പൊ ചെയ്യുന്നത് കോൺഗ്രസ് വഴി മെയിൻ സ്ട്രീം പോളിറ്റിക്സിൽ കയറാൻ ശ്രമിക്കുന്നു. അത് ഒരു വലിയൊരു ഡേഞ്ചറസ് കാര്യമാണെന്ന് ഞങ്ങൾ പറയുന്നു. അതിനെ എതിർക്കാൻ ഞങ്ങൾ സംസാരിക്കും. അവർ നീതി വിരോധവും കോൺസ്റ്റിറ്റ്യൂഷൻ വിരോധം എന്തെങ്കിലും ചെയ്താൽ അതിന് ഞങ്ങൾ ചെയ്യും. അതൊക്കെ ചെയ്യുന്ന കാര്യങ്ങളും ചെയ്യും. അത് സത്യമല്ലേ. നമുക്കിപ്പോൾ ഇത് നോക്കൂ, ജമാഅത്ത് എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ UAE അവർക്ക് പോകാൻ കഴിയോ? ഇല്ല. സൗദി അറേബ്യയിൽ പോകാൻ കഴിയോ? ഇല്ല. ബഹ്റൈനിൽ പോകാൻ കഴിയോ? ഇല്ല. ഖത്താറിൽ അവർ സമ്മതിക്കില്ല. ഇങ്ങനത്തെ റാഡിക്കൽ എലിമെന്റ്സിന് മിഡിൽ ഈസ്റ്റിന്റെ രാജ്യങ്ങൾ തന്നെ പ്രോഹിബിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെയാണോ കോൺഗ്രസ് പാർട്ടി ഒരു കയ്യിൽ കോൺസ്റ്റിറ്റ്യൂഷൻ മറ്റേ കയ്യിൽ ജമാഅത്തെ ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് കാർഡ് എടുത്തിട്ട് നടക്കുന്നത്? ഇത് ജനങ്ങളെ വിഡ്ഢിയാക്കാൻ, ഇതൊരു ഡെസ്പറേഷൻ, പവർ പോളിറ്റിക്സിന്റെ ഒരു ഡെസ്പറേറ്റ് ലെവലാണ്. 60 കൊല്ലം ജനങ്ങൾ അവസരം കൊടുത്തു. 10 കൊല്ലം UPA സർക്കാർ 8 മന്ത്രിമാര് കേരളത്തിനായിരുന്നു. ഒന്നും ചെയ്തില്ല. ഒന്നും ചെയ്യാത്ത ഒരു സാഹചര്യത്തിൽ അവർക്ക് ബാക്കിയുള്ളത് എന്താ? പ്രീണരാഷ്ട്രം. ഇതിങ്ങനെ ഇത് ചെയ്ത് ജനങ്ങളെ വിഡ്ഢിയാക്കി റീലുണ്ടാക്കി ഞങ്ങൾ യൂത്ത് പാർട്ടിയാണ്, തേങ്ങയാണ്, മാങ്ങയാണെന്ന് പറഞ്ഞ് നടക്കുക. എന്താണ് സത്യം? പ്രീണരാഷ്ട്രം. അതാണ് അവരുടെ ഏറ്റവും കോർ ഐഡിയോളജി. ഇതാണ് സത്യം. അല്ല, ആരോപണമെല്ലാം ശരി, അത് ഞങ്ങൾ പറയണ്ടേ. ഇവിടെ എന്താണ് വ്യത്യാസം? കോൺഗ്രസ് പറയുന്നു ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിനെ ഞങ്ങൾ UDF കൊണ്ടുവരാൻ ഞങ്ങളുടെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് അവർ ഒഫീഷ്യലി അഡ്മിറ്റ് ചെയ്യുന്നു. ഇത് ഒരു സിറ്റുവേഷൻ. മറ്റൊരെന്ത് ആരോപിക്കുന്നു, ഞങ്ങൾ ഇത് ചെയ്തു മറ്റേത് ചെയ്തു എന്നെല്ലാം പറയുന്നത്. ഇതിപ്പോ 20 കൊല്ലമായിട്ടല്ല ഞങ്ങൾ വർഗീയവാദി പാർട്ടിയാണെന്ന്. ആരാണിപ്പോ മതം എടുത്ത് രാഷ്ട്രീയം ചെയ്യുന്നത്? അത് കോൺഗ്രസ് LDF അല്ലേ? ആരാണ് വർഗീയവാദി പാർട്ടി? ഞാൻ ഹമാസിനെതിരെ സംസാരിച്ചപ്പോൾ 3 കൊല്ലം മുമ്പേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇറക്കിയ സ്റ്റേറ്റ്മെന്റ് ആണ് രാജീവ് ചന്ദ്രശേഖർ വർഗീയവാദിയാണ്. അതെങ്ങനെ? ഹമാസിനെതിരെ പറഞ്ഞാൽ ഞാൻ വർഗീയവാദിയാണെന്നോ? ജമാഅത്തെ ഇസ്ലാമിന്റെ ഒപ്പം പൊളിറ്റിക്കൽ അലയൻസ് ചെയ്യുന്നതല്ല വർഗീയവാദി പാർട്ടി? PDPനെ വോട്ട് നോക്കി നടക്കുന്ന 10 കൊല്ലം ഭരിച്ച പാർട്ടി ഞങ്ങളാണ് വർഗീയവാദി വിളിക്കുന്നത്? അപ്പൊ ജനങ്ങൾ വിഡ്ഢികളല്ല. ജനങ്ങളെ ഈ പെറ്റിച്ച് എത്രയോ കൊല്ലം നടക്കുന്ന ഈ രാഷ്ട്രീയം ഈ നിലമ്പൂരിന്റെ ഇലക്ഷനും വരുന്ന ഇലക്ഷനിലും ഇത് മാറും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ജനങ്ങൾ അത് തീരുമാനിച്ചിട്ടുണ്ട്.